പത്മനാഭപ്രഭ തിളങ്ങി നിൽക്കുന്ന മണ്ണാണ് നമ്മുടെ തിരുവനന്തപുരം. ഇന്ന് തിരുവനന്തപുരം വികസനത്തിന്റെ പാതയിലുമാണ്. സമഗ്രമായൊരു വികസനം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് ശ്രീ എസ്.എൻ. രഘുചന്ദ്രൻ നായർ. തിരുവനന്തപുരം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഒരു തലസ്ഥാന നഗരം മാത്രമല്ല, തിരുവനന്തപുരത്തിനെ ഇപ്പം ഒരു മെട്രോപോളിറ്റൻ സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട സമയമായി. നമ്മൾ ദ റിച്ച് ഷുഡൻറ്റ് ബിക്കം റിച്ച് ആൻഡ് ദ പുവർ ഷുഡൻറ്റ് ബിക്കം പുവർ. ഈ റിച്ചും പുവറും കൂടെ വരുമ്പോഴാണ് സിറ്റി ഗ്രോത്ത് വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലം, ഇവിടെ ആരാണ് ഇതിൻ്റെ പുറകിൽ എനിക്കറിയത്തില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് പേരിടുമ്പം തിരുവനന്തപുരം പേരിടത്തില്ല. വിഴിഞ്ഞം ഇടും. വിഴിഞ്ഞം എവിടെയാണ്? അല്ലെ ടെക്നോ പാർക്ക് കഴക്കൂട്ടം എന്ന് പറയുന്നത് എന്തിനാ? കൊച്ചിയിലെ ഇൻഫോ പാർക്ക് കാക്കനാട് കിടക്കുന്നത്. ആ ഇൻഫോ പാർക്കിന്റെ പേര് ഇൻഫോ പാർക്ക് കൊച്ചി, ഇൻഫോ പാർക്ക് കാക്കനാടല്ല. പലരും മടിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മോള്. തിരുവനന്തപുരത്ത് 43-45 സ്ക്രീനുണ്ട്. ഞാൻ 10,000 പേരോളം ആൾക്കാർക്ക് സിനിമ കാണും. ടൂറിസ്റ്റ് വരുമ്പം ടോയ്ലറ്റ്സ് നോക്കിക്കൊണ്ട് നടക്കാൻ പാടില്ല. അപ്പം സിനിമ ഇൻഡസ്ട്രി വരുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഹോൾ തിങ് ഗെറ്റ് റീലൊക്കേറ്റഡ്. ഇവിടുന്ന് പോയ ആൾക്കാർക്ക് തിരിച്ചു വരും. ഈ കുട്ടികൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് അവിടെ പോയിട്ട് എത്ര പേര് സക്സീഡ് ചെയ്യുന്നു? അവിടെ ചെന്ന് അവർ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നു, പമ്പിൽ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, ദേ സമം മാനേജ്. പഠിത്തം കഴിഞ്ഞ് 2 years വരെ നിൽക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ജോലി കിട്ടി തിരിച്ചു വരുന്നു. വാട്ട് വിൽ ദേ ഡു? നമുക്ക് അവരെ പ്രയാസം കേട്ടോണ്ടിരിക്കുന്നത് ശരിയല്ല. നമ്മളൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ട് പൈസ കൊടുത്ത് എത്രയും നേരത്തെ ആൾക്കാരെ ക്ലിയർ ചെയ്ത് വിടുന്നതാണ് ഏറ്റവും നല്ല പദ്ധതി. ഞാൻ പറയുന്നത്, ഇപ്പോൾ കുട്ടികൾ IIT പഠിക്കുന്നു. IIT പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സബ്ജക്റ്റ് തന്നെ നമ്മൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചാൽ പോരെ? അപ്പം നമ്മളെ കുട്ടികളെ ഇക്വിപ്പ് ആക്കി കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല. ഗ്രാമഭംഗി നിറഞ്ഞിട്ടുന്ന നഗരമാണല്ലോ. അപ്പോൾ ഇപ്പം ഗ്രാമത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. കാര്യം ഒരാളുടെ ശാപം പോലും ഇവിടെ വരാൻ പാടില്ല. തിരുവനന്തപുരത്തിന് നമുക്ക് ഉള്ള ആൾക്കാർ സന്തോഷം കൊണ്ട് ദിസ് ഷുഡ് ബി എ സിറ്റി ഓഫ് ഹാപ്പിനെസ്. എവരിബഡി ഷുഡ് ഹാപ്പി. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്തിൻ്റെ വികസനം. അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നതും ഒരു സമഗ്രമായിട്ടുള്ള എല്ലാ മേഖലകളെയും ഒത്തൊരുമിച്ച് കൊണ്ടുവരുന്ന ഒരു വികസനമാണ് നമ്മളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ചാലഞ്ചിങ് ആണത്? നല്ല ചാലഞ്ചിങ്ങാണ്. ബേസിക് റീസൺ എന്ന് പറയുന്നത്, നമ്മൾ എത്രയോ കാലത്തിന് മുമ്പ് നമുക്ക് രാജഭരണം ഉണ്ടായിരുന്നു. സോ രാജഭരണ കാലത്ത് നമ്മളൊന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ കാലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും നടന്നിട്ടുണ്ട്. റോഡായാലും എഡ്യൂക്കേഷൻ, ഹെൽത്ത്, നമ്മൾ നോക്കുമ്പോൾ നോളജ്, യൂണിവേഴ്സിറ്റി എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വരുമ്പോഴാണ് നമ്മളെ ചലഞ്ചസ് തുടങ്ങുന്നത്. ഹിസ്റ്ററി നോക്കുമ്പം നമ്മൾ 18th centuryയിലാണ് ഈ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു സ്ഥലം നമ്മൾ പറയുന്നത്. ആ ബുക്കിലൊക്കെ കാണുന്നത് 1795 AD ട്രിവാൻഡ്രം എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഹോൾ ഡിസ്ട്രിക്റ്റ് വരുന്നത്. 1949 ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം വരുന്നത് 1949. അന്ന് മുതൽ നമ്മൾ നോക്കുമ്പം ഓൾ ദിസ് പീരിയഡ് നമ്മൾ നോക്കുന്നത്, ദോസ് പീരിയഡ് ഓൾ ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ദി ട്രാവൻകൂർ റോയൽറ്റി. അപ്പോൾ ആ കണ്ടിന്യൂഷൻ വന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ ആഫ്റ്റർ ദി ഇൻറ്റഗ്രേഷൻ ഓഫ് ട്രിവാൻഡ്രം ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് കേരളത്തിൻ്റെ കൂടെ യോജിച്ച് കഴിഞ്ഞപ്പം വി ഫൗണ്ട് ദാറ്റ് വി ബിക്കം പാർട്ട് ഓഫ് കേരള. അങ്ങനെ വന്നപ്പോൾ കേരള ബിക്കം എ ബിഗ് സ്റ്റേറ്റ്. സത്യം പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഒരു 95-96 ലക്ഷം ഏക്കറേ ഉള്ളൂ. അതാണ് കേരള, മനസ്സിലല്ലേ? അപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ 5.25 ലക്ഷം ഏക്കറാണ്. അതാണ് ട്രിവാൻഡ്രം. 5.25 ലക്ഷം ഏക്കറിൻ്റെ അകത്ത് 1.25 ലക്ഷം ഫോറസ്റ്റാണ്. സോ യു ജസ്റ്റ് സീ ദി തിങ്. ഇപ്പോൾ 78 കിലോമീറ്ററോളം നമുക്ക് കോസ്റ്റ് ലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 150 കിലോമീറ്ററോളം റോഡുണ്ട്. എനിക്കൊന്ന് 211 കിലോമീറ്ററോളം റിവർ ഓടുന്നുണ്ട്. 3 റിവേഴ്സാണ് നമ്മൾ കാണുന്നത്. 14,000 ഏക്കറോളം നമുക്ക് ലേക്സ് ഉണ്ട്, കായൽ. നമുക്ക് 6 കായലാണ് മെയിനായിട്ട് നമുക്ക് കാണുന്നത്. ഇതെല്ലാം കാണുമ്പം നമുക്ക് മനസ്സിലാക്കണം, ഈ ലാൻഡിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. നമ്മൾ ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ നമ്മൾ മൈനസ് ചെയ്ത് പോകുമ്പം ഡെവലപ്ഡ് ആയിട്ടുള്ള വില്ലേജസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി
സിറ്റി. ഇത് കഴിയുമ്പോൾ നമ്മുടെ ലാൻഡിൻ്റെ അവൈലബിലിറ്റി കുറവ്. ഇതിന് ഒരു സ്റ്റഡി പ്രോപ്പറായിട്ട് നടത്തിയിട്ടില്ല. അപ്പോൾ സ്റ്റഡി നടത്താതെ വരുമ്പോൾ എന്ത് പറ്റുന്നു, ഹാപ്പ് ഹെസാർഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വരും. അപ്പോൾ ഇതിന് വേണ്ടി വരുന്നത് ഗവൺമെൻറ് സ്റ്റേറ്റ് ഒട്ടാകെ ആയിട്ടൊരു മാസ്റ്റർ പ്ലാൻ വേണം, ജില്ല ഒട്ടാകെ ആയിട്ടൊരു മാസ്റ്റർ പ്ലാൻ വേണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാസ്റ്റർ പ്ലാൻ 1971 വന്നപ്പം പിന്നെ 54 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷമാണ് പുതുക്കുന്നത്. 2024 പുതുക്കുന്നത്. അപ്പോൾ അത്രയും വർഷം പിടിച്ചു നമുക്ക് പുതുക്കിയെടുക്കാൻ. അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ പുതുക്കുമ്പം പല കാര്യങ്ങളും ഇവിടെ വികസനം വന്ന കാര്യങ്ങൾ നേരത്തെയുള്ള മാസ്റ്റർ പ്ലാൻ ഇല്ല. അതേപോലെ അത് സിറ്റി മാസ്റ്റർ പ്ലാനേ ആയിട്ടുള്ളൂ. നമ്മൾ ജില്ലാ മാസ്റ്റർ പ്ലാൻ പറഞ്ഞാൽ മാസ്റ്റർ പ്ലാൻ ഇപ്പോഴും ഇല്ല. അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ജില്ലയ്ക്കകത്തൊരു വികസനം, തിരുവനന്തപുരം ഇനി നമ്മളൊരു സിറ്റിയായിട്ട് കണക്കാക്കാതെ, തലസ്ഥാന നഗരമാണ്, സിറ്റിയാക്കി കണക്കാക്കാതെ നമ്മൾ ഇനി കാണേണ്ടത് തിരുവനന്തപുരം ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയനായിട്ട് മാറണം. ഇപ്പം നാഷണൽ ക്യാപിറ്റൽ റീജിയൻ പോലെ, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഡൽഹി, ഗുരുഗ്രാം, നോയിഡ എല്ലാം 2-3 സ്റ്റേറ്റുമായിട്ടാണ് ചേരുന്നത്. ഇവിടെ ജില്ല ചേരാമല്ലോ. അപ്പോൾ അങ്ങനെ വരും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കന്യാകുമാരി, തിരുനെൽവേലി, ഇതൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയനായിട്ട് മാറുന്നത്. സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയനാണ് നമ്മുടെ ഈ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടൊരു ഫോക്കസ് ചെയ്യുന്നത്. നമ്മളെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന പല വികസനവും അല്ലെങ്കിൽ പല ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ ഗ്രോത്തും, ലുലു മാളാവട്ടെ, ഏതായാലും ഇത് വരുന്ന ക്രൗഡ് എവിടെ നിന്നാണ് വരുന്നത്? ഈ ഏരിയനാണ് വരുന്നത്. സോ നമുക്ക് കാണുമ്പം തിരുവനന്തപുരം ഒരു തലസ്ഥാന നഗരം മാത്രം വികസിപ്പിച്ചെടുത്താൽ പോരാ. തിരുവനന്തപുരം കുറച്ചുകൂടെ വികസിച്ച് നമ്മൾ മാറണം. കുറച്ചുകൂടെ വലിയ രീതിയിൽ ചിന്തിച്ചാലേ നമ്മളൊരു സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയനായി മാറുള്ളൂ. ആ സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ വരുമ്പോഴാണ് നമ്മളിപ്പം റൈസിങ് ട്രാൻഡ്രമാണ്. അപ്പോൾ റൈസിങ് ട്രാൻഡ്രം എന്ന് പറയുമ്പോൾ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ എത്തേണ്ട ലക്ഷ്യത്തിൽ എത്തേണ്ട സമയമുണ്ട്. നമ്മൾ എത്തേണ്ട ഒരു ലക്ഷ്യത്തിൽ വരേണ്ടത് നമ്മൾ ബാക്കിയുള്ള സിറ്റീസ് പോലെ തിരുവനന്തപുരം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഒരു തലസ്ഥാന നഗരം മാത്രമല്ല, തിരുവനന്തപുരത്തിനെ ഇപ്പം ഒരു മെട്രോപോളിറ്റൻ സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട സമയമായി. ഇറ്റ് ഷുഡ് ബി എ മെട്രോപോളിറ്റൻ സിറ്റി. ബിക്കോസ് നമുക്ക് അത്രയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ബാക്കിയുള്ള സിറ്റീസിനാലും നമുക്ക് എല്ലാ കാണുന്ന കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എക്സെപ്റ്റ് ദാറ്റ് നമ്മൾ പറയുമ്പോൾ ആ സിറ്റിയിലുള്ള സാധനം നമ്മൾക്ക് അങ്ങനെ കമ്പയർ ചെയ്യും. ട്രാൻഡം ഇസ് എ സിറ്റി ഫോർ ഓൾ മൾട്ടി ജനറേഷൻ. ജനിച്ച കൊച്ചുങ്ങൾക്ക് മുതൽ മരിക്കുന്ന ഒരാൾ വരെ ഈ സിറ്റിക്കകത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അവർ വളർന്നു വരുമ്പം ഓരോ ഏജിലുള്ള ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങൾ ഈ സിറ്റിക്കകത്തുണ്ട്. സോ ഇറ്റ്സ് എ മൾട്ടി ജനറേഷൻ സിറ്റി. പല ആൾക്കാർ റിട്ടയർ ചെയ്തിട്ട് തിരുവനന്തപുരത്താണ് വരുന്നത്. അവരിവിടെ വന്ന് താമസിക്കും. ഇറ്റ്സ് എ റിട്ടയർമെൻറ്റ് സിറ്റി. കാര്യം ഇത് പൊതുവേ ആൾക്കാർ പറയും ലേ ബാക്ക് ലേസി സിറ്റി എന്ന് പറയും. അത് ഒരു കാലത്ത് ബിക്കോസ് ഗവൺമെൻറ് സിറ്റി ആയിരുന്നു. തിരുവനന്തപുരത്തുള്ള ആൾക്കാർ മൊത്തം സർക്കാർ ജോലിയാണ്. അപ്പോൾ സർക്കാർ ജോലി ആയതുകൊണ്ട് അതായിട്ടുള്ള ഒരു മെല്ലെ പോക്കുണ്ടായിരുന്നു. പക്ഷെ കാലാകാലങ്ങളായിട്ട് എന്ത് പറ്റി, ഇത് സർക്കാർ ജോലിയുള്ള ആൾക്കാർക്കും അവരുടെ ശമ്പളം കൂടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ കോവിഡ് സമയത്ത് ബാക്കി സ്റ്റേറ്റ് മൊത്തം നമുക്ക് ക്ലോസ് ഡൗൺ ആയപ്പം, അല്ലെങ്കിൽ ടോട്ടലായിട്ട് ഈവൻ ഫിനാൻഷ്യൽ ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കാത്ത സ്ഥലങ്ങളായിരുന്നു. കടയടപ്പ്, പല സ്ഥാപനങ്ങളും പൂട്ടിക്കിടക്കും. തിരുവനന്തപുരത്ത് മാത്രം മണി സർക്കുലേഷൻ ഉണ്ടായിരുന്നു. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുമായിരുന്നു. അപ്പം ഇന്ന് അവരുടെ ശമ്പളം നമ്മൾ പണ്ടത്തെ ശമ്പളമല്ല. ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് സാലറി ആയാലും ബാങ്കിലുള്ളവരുടെ സാലറി ആയാലും എല്ലാവരുടെയും ശമ്പളം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ 12,75,000 രൂപ വരെ ഉള്ളവർക്ക് ഇൻകം ടാക്സ് ഇല്ല. അങ്ങനെ വരുമ്പം തിരുവനന്തപുരം സിറ്റിക്കകത്തിരിക്കുന്ന കംപ്ലീറ്റ് ഗവൺമെൻറ് ഓഫീസസും ബാങ്കിലുള്ള ആൾക്കാരും ടെക്നോ പാർക്ക് ജോലി ചെയ്യുന്നവർക്ക് ഡിസ്പോസബിൾ ഇൻകം കൂടി. അപ്പോൾ ഡിസ്പോസബിൾ ഇൻകം കൂടുമ്പം ഇറ്റ് ഗെറ്റ് സ്പെൻഡ് ഇൻ ടു ദ സിസ്റ്റം. ഇപ്പോൾ GST കുറച്ചു, 5% കുറച്ചു. അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടി. സോ മൊത്തത്തിൽ നോക്കുമ്പം ട്രാൻഡം ഇസ് ബിക്കം പണ്ട് ഒരു സ്ലീപ്പിംഗ് സിറ്റി ഓർ ലേസി സിറ്റി എന്ന് പറയുന്നത് ഇസ് ബിക്കം സ്ലോലി വൈബ്രൻറ്റ്. ആൾക്കാർ പതുക്കെ സ്പെൻഡിങ് പവർ കൂടി. ആ സ്പെൻഡിങ് പവർ കൂടുന്നതിൻ്റെ നമ്മളെ ലക്ഷണമാണ് ഇവിടെ കാണുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടെ വരാൻ തുടങ്ങി. കാർ ഷോറൂംസ്, മോസ്റ്റ് ലക്ഷറി കാസിന് ഷോറൂംസ് വരാൻ വന്നു. ഇത് പലരും മടിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മോള് തിരുവനന്തപുരത്ത് 43-45 സ്ക്രീനുണ്ട്. മൾട്ടിപ്ലക്സിൻ്റെ കാര്യമല്ല പറയുന്നത്, സ്ക്രീൻസ്. 15 തിയേറ്ററേ ഉള്ളൂ. പക്ഷേ 43-45 സ്ക്രീനുണ്ട്. ഞാൻ 10,000 പേരോളം ആൾക്കാർക്ക് സിനിമ കാണാം ഒരു ദിവസം, 3 ഷോയിലായിട്ട്.
അപ്പോൾ അത്രയും ഫെസിലിറ്റീസ്. അപ്പോൾ ഇത് ഇത്രയും സ്ക്രീൻ വരണമെങ്കിൽ അത്രയും ആൾക്കാർ അത് വിസിറ്റ് ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പം ദർ ഈസ് ഡെഫിനറ്റ്ലി ദർ എ പൊട്ടൻഷ്യൽ ഫോർ ദിസ് സിറ്റി. അതെ, ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് പോലും പണ്ട് ഒരു കാലത്ത് എൻ്റർടൈൻമെൻറ്റ് ഹബ്ബായിരുന്നു, അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഹബ്ബായിരുന്നു ട്രിവാൻഡ്രം. ഇന്നത് മാറി കൊച്ചിയിലോട്ടും അല്ലെങ്കിൽ പിന്നെ അത് ഷിഫ്റ്റ് ചെയ്തത് മദ്രാസിലോട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ആ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു ചങ്ക് വാസ് മൂവ് ഫ്രം ഹിയർ. അപ്പോൾ അതിനെ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ നമുക്കിപ്പം ഇവിടെ പല എന്താ പറയുക സ്റ്റുഡിയോസൊക്കെ ഫങ്ഷണലായിരുന്നു. ഇന്ന് അതൊന്നുമില്ല, കുറച്ചൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേപോലെ ഈ യങ്ക ക്രൗഡിന് വേണ്ടിയിട്ട് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉള്ള എന്തെങ്കിലും ഒരു ഇതായിട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പം? ഒരു കാലത്ത് നമുക്ക് സത്യൻ സാറ്, പ്രേം നസീർ സാറ്, മധു സാറ് എല്ലാവരും ഇവിടെ മെരിലാൻഡ് സ്റ്റുഡിയോ, ഉമ്മ സ്റ്റുഡിയോ, അങ്ങനെ 3-4 സ്റ്റുഡിയോസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മലയാളം സിനിമയുടെ ഹബ്ബ് മദ്രാസിന് മാറി തിരുവനന്തപുരത്തായി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ എന്ത് പറ്റി, നമ്മൾ പലപ്പോഴും ഒരു കാലഘട്ടം കഴിയുമ്പം പല സൂപ്പർ സ്റ്റാർസ് വരും. അവർ പലപ്പോഴും ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് പലയിടത്ത് പോകുമ്പം ആ ഇൻഡസ്ട്രിയും കൂടെ അതിൻ്റെ കൂടെ പോകും. നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ ചെയ്യുന്നത് തിരുവനന്തപുരം തിരിച്ച് സിനിമ ഇൻഡസ്ട്രി തിരിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അത് വരാനായിട്ട് അതിൻ്റെ എക്കോസിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഏകദേശം 100 കോടി രൂപ മുടക്കി പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കെ മധു, ഫോമർ ഫിലിം ഡയറക്ടറാണ്, അതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പം ഈ മാർച്ചിന് മുമ്പ് തന്നെ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് സ്റ്റുഡിയോ നല്ല രീതിയിൽ മോസ്റ്റ് ലേറ്റസ്റ്റ് സ്റ്റുഡിയോ എല്ലാ രീതിയിലും ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ടാക്കിക്കൊണ്ട് സ്റ്റുഡിയോ വരിക. അടുത്ത ഫേസ് ഉണ്ട്. അപ്പോൾ 2 ഫേസും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പം സിനിമ ഓട്ടോമാറ്റിക്കലി വരും. കാരണം കൂടെ ഇവർ കൊടുക്കേണ്ട സബ്സിഡി ഫണ്ട് കാണാൻ ഫിക്സ് ചെയ്ത 5 ലക്ഷം രൂപ, ഒരു 25 ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ സിനിമ ഇൻഡസ്ട്രി ഓട്ടോമാറ്റിക്കലി വിൽ കം ഹിയർ. അപ്പം സിനിമ ഇൻഡസ്ട്രി വരുമ്പം നമ്മൾ മനസ്സിലാക്കണം ദ ഹോൾ തിങ് ഗെറ്റ് റീലൊക്കേറ്റഡ്. ഇവിടുന്ന് പോയ ആൾക്കാർക്ക് തിരിച്ചു വരും. പിന്നെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് കോസ്റ്റ് പൊതുവെ സിനിമ ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരു ജനറൽ ടോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മച്ച് മോർ കുറവാണ്, ചീപ്പർ സിറ്റിയാണ്. പിന്നെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ലൊക്കേഷൻസും അവൈലബിൾ ആണ്. സോ ഫൈനലി നമ്മൾ നോക്കുമ്പം നമ്മുടെ സിനിമ ഇൻഡസ്ട്രി തിരിച്ചു വരും. ആ തിരിച്ചു വരും എന്നുള്ള ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അത് തിരിച്ചു വരും തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു ഒരു എന്താ സ്ലീപ്പി ടൗൺ ആയിരുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ അതുപോലും പലരെയും അട്രാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം പൽക്കി ശർമ്മ, ജേർണലിസ്റ്റ് പൽക്കി ശർമ്മയുടെ ഒരു ടോക്ക് ഞാൻ കേൾക്കാനിടയായി. അതിൽ പറയുന്നത് മുമ്പൊക്കെ ഇന്ത്യയിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് വരുമ്പോൾ അവരുടെ മനസ്സിൽ ഡൽഹി, ബോംബെ, ആഗ്ര, ഗോവ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ആസാം, ഗുവാഹട്ടി, പിന്നെ അവർ എടുത്തു പറഞ്ഞൊരു സ്ഥലം നമ്മുടെ തിരുവനന്തപുരമാണ്. വൈ തിരുവനന്തപുരം എന്ന് ചോദിച്ചപ്പോൾ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ പേസാണ്, ഈ പറഞ്ഞ പോലെ ആയുർവേദ ഹബ്ബാണ്, അതുപോലെ കോസ്റ്റൽ ഏരിയാസ്, സീനിക് ബ്യൂട്ടി, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചിലവ് കുറവ്, ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ടൂറിസ്റ്റ് ഒരുപാട് പേര് വരുന്നുണ്ട്. ആൻഡ് ഇങ്ങനെയുള്ളൊരു ഇതും കൂടി കിട്ടുമ്പം തീർച്ചയായിട്ടും ആ ഒരു ഫ്ലോ കൂടുതലാണ് ആവാൻ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന എല്ലാത്തരം ആൾക്കാരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ അതിൽ ഈ വികസനത്തിൽ ടൂറിസത്തിന് നമുക്ക് വേണ്ടി വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് പബ്ലിക് ടോയ്ലറ്റ്സ്. അതെ, മനസ്സിലല്ലേ? ടൂറിസ്റ്റ് വരുമ്പം ടോയ്ലറ്റ്സ് നോക്കിക്കൊണ്ട് നടക്കാൻ പാടില്ല. അതെ, നമ്മൾ ഏത് ലോകത്ത് പോയാലും പബ്ലിക് ടോയ്ലറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു സിറ്റി ആദ്യം ഇക്വിപ്പ് ചെയ്യേണ്ടത് ടൂറിസ്റ്റ് വരുമ്പം അവർ നടക്കാൻ പറ്റുന്ന ഫുട്പാത്ത്സ് പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിരിക്കണം, ടോയ്ലറ്റ്സ് അവൈലബിൾ ആയിരിക്കണം, ഗാർബേജ് ഫ്രീ ആയിരിക്കണം, മനസ്സിലായില്ലേ? ആൻഡ് ക്ലെൻലിനെസ് വേണം. നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ ഫോക്കസ് വന്നത് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ട്രഷർ ആ വെൽത്ത് പുറത്ത് ലോകത്ത് അറിഞ്ഞപ്പോഴാണ് ഒരു 5 ലക്ഷം രൂപ 5 ലക്ഷം കോടി രൂപയുടെ സ്വത്താണ് അവിടെ കിടക്കുന്നത്. ഈ വി ദ വേൾഡ്സ് റിച്ചസ്റ്റ് ടെമ്പിൾ. ആൻഡ് ദ റിച്ചസ്റ്റ് ടെമ്പിൾ ആകുമ്പം ദർസ് എ ലോട്ട് ഓഫ് ക്യൂരിയോസിറ്റി. വരുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഈ ട്രഷർ കാണാമെന്ന് പറഞ്ഞാൽ വരുന്നത്, കാണാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. ആ ടെമ്പിൾ വിസിറ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം വന്നു. ബിക്കോസ് ഈ ട്രഷർ എങ്ങനെ ഇവിടെ വന്നു, ട്രഷർ ഇത്രയും സേഫായിട്ട് അവിടെ കീപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഒരു ലൈം ലൈറ്റ് ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഫോക്കസ് വന്ന് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ആ ട്രഷറിൻ്റെ ആ ട്രഷർ കണ്ടുപിടിച്ചിന്, അല്ലെങ്കിൽ ട്രഷർ നമുക്ക് വി കുഡ് ഷോക്കേസ് ടു ദ വേൾഡ് ദാറ്റ് ദിസ് ദ റിച്ചസ്റ്റ് ടെമ്പിൾ ബിക്കോസ് വി ഗോട്ട് സോ മച്ച് ഓഫ് വെൽത്ത്. ദാറ്റ് ക്യൂരിയോസിറ്റി ഹസ് ഗോൺ അക്രോസ് ദ വേൾഡ് ആൻഡ് അക്രോസ് ഇന്ത്യ. രണ്ടാമത്തെ കാര്യം, ലൈക്ക് യു സെഡ്, പൽക്കി ശർമ്മ പറഞ്ഞ പോലെ ദ സിറ്റി ഈസ് ക്വയറ്റ്.
you can come here, relax. You can even go to a small lodge to get a room. അതെ നമ്മൾ വലിയ വലിയ ഇതിലൊന്നും വലിയ പോണ്ട. 5-star ഹോട്ടലൊന്നും പോകേണ്ട കാര്യമില്ല. ഫുഡ് ഈസ് അവൈലബിൾ. ദ എമൗണ്ട് ഓഫ് ദ ഫുഡ് കോസ്റ്റ് ഇസ് വെരി ലെസ് ആൻഡ് ദ സിറ്റി ഈസ് വാക്കബിൾ. പിന്നെ നമ്മുടെ ഈ സിറ്റി എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് കൊണ്ട് ഏത് സ്ഥലത്തും ചെല്ലാൻ പറ്റുന്ന സിറ്റിയാണ്. അതെ അതെ അത്രേ ഉള്ളൂ അതിൻ്റെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എവിടെ ബ്ലോക്ക് ഇല്ല. ഉണ്ട്. പല പല റോഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു റോഡ് ബ്ലോക്ക് ആണെങ്കിൽ വേറെ റോഡിൽ കൂടെ പോവാം. അതെ. അപ്പം സിറ്റി ഈസ് ആക്ച്വലി ഫോർ എ പേഴ്സൺ വിസിറ്റിംഗ് എ സിറ്റി, ഹി ക്യാൻ സീ ദ സിറ്റി in the next 5-6 days. He can see the full city ഫുൾ സിറ്റി ഉണ്ട്. അതെ and go back. അപ്പോൾ അവർക്ക് ആ ട്രാഫിക് ബ്ലോക്കിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാണുന്നത് these people are friendly. Language is not a barrier. People can speak Malayalam, English, Hindi, Tamil. ഒക്കെ ഉണ്ട്. So we have multilingual ആണ്. Multilingual ആണ്. So the people are very happy here. And second thing, there are a lot of places to see. നമ്മൾ ചേംബർ ഓഫ് കോമേഴ്സിന് കീഴിൽ ഞങ്ങൾ പോലും ലിസ്റ്റ് ഔട്ട് ചെയ്ത 184 സ്ഥലങ്ങളാണ് തിരുവനന്തപുരത്ത് കാണാനായിട്ട്. കാരണം നമ്മളാരും കണ്ടിട്ടില്ല. അതെ ആ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ നോക്കും ഇത്രയും സ്ഥലങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന എനിക്ക് പോലും ഇതിനെപ്പറ്റി യാതൊരു 184 സ്ഥലങ്ങളുണ്ട്. വി ഹാവ് നോട്ട് വിസിറ്റഡ്. വിസിറ്റഡ് ചെയ്യാൻ അതേപോലെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് അവർക്കറിയാം. വരുന്നവരെ അവർ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് വരുന്നത്. they are very clear that these are places. അവരൊന്ന് ചോദിക്കുമ്പോഴെല്ലാവരും ഇത് എവിടെയാണ്, അതെ നമ്മൾ പോലും കൺഫ്യൂസ്ഡ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തൊരു ബുക്കായിട്ട് തന്നെ ഇറക്കിയപ്പം now the tourist is getting, നമ്മൾ സോഫ്റ്റ് കോപ്പീസ് ആയിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. പലരും ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഉടനെ അത് ലോഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് പീപ്പിൾ ഹു ആർ കമ്മിങ് ടു ദ സിറ്റി, യു വാണ്ട് ടു ഗോ ടു എ വർഷിപ്പ് പ്ലേസ്, വർഷിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് പോകാം. യു ആർ ഹിന്ദു, ഗോ ടു എ ഹിന്ദു പ്ലേസ്. യു ആർ ക്രിസ്ത്യൻ, വെട്ടുകാട് പള്ളിയോ അങ്ങനെയുള്ള സ്ഥലത്ത് പോകാം. യു ആർ മുസ്ലിം, യു വാണ്ട് ടു ഗോ ടു ഭീമാ പള്ളിയോ എനിവേ. അപ്പോൾ ഏത് മതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പിൽഗ്രിമേജ് സിറ്റി ആയിട്ട് മാറാം. For all religion, not only confined to Hindus, confined to all the three religions. They can go to, and so many places are there. അതെ. പിന്നെ മാത്രമല്ല നമുക്ക് എടുത്തു പറയാവുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ പാളയം തന്നെ എല്ലാ മതസൗഹാർദ്ദത്തിന്റെ ഒരു വലിയൊരു ഇതായിട്ടാണ് പറയുന്നത്. കാരണം അതാണ് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത്. മുസ്ലിം പള്ളിയും അതുപോലെ ഒരു ഗണപതി കോവിലും എല്ലാം ഒന്നിച്ച് അടുത്തിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോകത്ത് വളരെ വിരളമാണ്. അത് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത് റിലീജിയസ് ടോളറൻസ്. നമ്മൾ തമ്മിൽ ആ മതത്തിന് തമ്മിൽ നമുക്കൊരു സൗഹൃദമുണ്ട്. ആ സൗഹൃദമാണ് നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത്. ദിസ് സിറ്റി ഈസ് കമ്പയർഡ് ടു നോർത്ത് ഇന്ത്യ, ദേ വർ വെരി ക്യൂരിയസ് ടു ഫൈൻഡ് ഔട്ട് എ ചർച്ച് ഒരു മോസ്ക് ആൻഡ് ടെമ്പിൾ നെക്സ്റ്റ് ഡോർ. അങ്ങനെ ഒരിക്കലും ഒരു സിറ്റിയിൽ കാണാറില്ല. സോ ട്രിവാൻഡ്രം ഈസ് എ വെരി യൂണീക്ക് പ്ലേസ്. നമ്മൾ തിരുവനന്തപുരത്ത് പറ്റിയ ആൾക്കാർക്ക് സ്വന്തമായിട്ട് തന്നെ തോന്നണം നമ്മുടെ സിറ്റി ഒരു വലിയ സിറ്റിയാണ്. ആ ഒരു ഫീലിംഗ്, ആ ഒരു ഓണർഷിപ്പും ആ ഫീലിംഗ് വരുമ്പോൾ മാത്രമേ തിരുവനന്തപുരത്തുള്ളവർക്ക് ഇതിനെ ഷോക്കേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളത് പറയണം, കാണുന്ന ആൾക്കാർക്ക് പറയണം. പിന്നെ കിട്ടുന്ന ചാൻസിൽ എവിടെയൊക്കെ അത് പുഷ് ചെയ്യാൻ പറ്റുമോ പുഷ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ആവട്ടെ, പ്രിൻറ്റ് മീഡിയ ആവട്ടെ, ടെലിവിഷൻ ചാനൽ. ഇപ്പം നമ്മളെ ഒരു കാര്യം ചെയ്യുന്നത്, ഞങ്ങൾ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭാഗത്തിന് ഞങ്ങൾ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത് ഈ ട്രിവാൻഡ്രത്തിനെ ബേസ് ചെയ്ത് നല്ലൊരു സോങ് ഉണ്ടാക്കണം, പാട്ട്. അപ്പോൾ ഞങ്ങൾ മധുസൂദൻ സാറിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, മുരുകൻ കാട്ടാക്കടയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ദേ ആർ ഓൾ ഓൺ ദ ജോബ്. അപ്പോൾ ആ സോങ്ങിന് ഒരു മെലഡിയസ് ആയിരിക്കും, ലൈക്ക് ഹരിവരാസനം. അതേപോലെ സോങ് ഇയേഴ്സ് ആഫ്റ്റർ ഇയേഴ്സ് ദി സോങ് ഷുഡ് ബി റിമെമ്പേർഡ്. അപ്പോൾ ആ സോങ് പാടുന്ന തിരുവനന്തപുരത്തെ ഒരാളായിരിക്കണം, മ്യൂസിക് തിരുവനന്തപുരത്തെ ഒരാളായിരിക്കണം. എല്ലാ തിരുവനന്തപുരത്തുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. സോ അങ്ങനെ ഒരു സോങ്ങിൻ്റെ പ്രോജക്റ്റിന് പുറമെ നമ്മൾ നിൽക്കുകയാണ്. അത് ടൈം എടുക്കും, ബിക്കോസ് അവർക്കൊക്കെ ഇത് ലിറിക്സ് ആണ്, അവരുടെ മനസ്സിൽ തോന്നി ആ സാധനം ഉദ്ദേശിക്കുന്ന രീതി വന്നാലേ ഈ പാട്ടാവുള്ളൂ. സോ അതൊരു സൈഡ് നടക്കുന്നുണ്ട്. സോ ലൈക്ക് ദറ്റ് ഓണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഫീലിങ്സ് വരുമ്പം നമുക്ക് ലോകത്ത് എത്രയോ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഇരിക്കുന്നറിയാം, പല രാജ്യത്തും ഉണ്ട്. അവർ നമ്മൾ ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ, പോഡ്കാസ്റ്റൊക്കെ കാണുമ്പോൾ പല ആൾക്കാരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദേ ഫീൽ സോ എക്സൈറ്റഡ് ദാറ്റ് തിരുവനന്തപുരം ഈസ് നൗ ബിക്കമിങ് എ സിറ്റി ടു ബി റെക്കൺ വിത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നു. യു ഹാവ് ടു ക്രിയേറ്റ് എ ഫീലിംഗ്. ശരിക്കും അതൊരു വലിയൊരു ചാലഞ്ച് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ ഒരു പുതിയൊരു സിറ്റി, ഒരു സ്ഥലം കിട്ടി, ഒരു പുതിയ സിറ്റി ഉണ്ടാക്കി രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് അവിടുത്തെ റിസോഴ്സസ് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിറച്ച് പൈതൃകം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പോൾ അത് വരുമ്പോൾ ഈ മോഡേൺ കാര്യങ്ങൾ, അതായത് ഇനി വരുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൈതൃകം ഒട്ടും നഷ്ടപ്പെടാതെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഭംഗി ഒട്ടും പഴയ ഭംഗി ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നും നഷ്ടപ്പെടാതെ എന്നാൽ പുതിയതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. അതൊരു എന്താ പറയുക, പറയാതിരിക്കാൻ വയ്യാത്തൊരു. യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ്, ബിക്കോസ് ഇത് സസ്റ്റൈനബിലിറ്റിയും ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. അതെ, നമ്മൾ
the rich shouldn't become richer and the poor shouldn't become poor. ഈ റിച്ചും പൂറും കൂടെ വരുമ്പോഴാണ് സിറ്റി ഗ്രോത്ത് വരുന്നത്. അതെ അതെ അപ്പോൾ നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് വരുമ്പോഴാണ് ആ സിറ്റി ഗ്രോസ്. അതെ സോ നമ്മൾ ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യുമ്പം ബാക്കി ആൾക്കാരെ ഡിസ്കാർഡ് ചെയ്യുന്നു, ആ അവരെ ആ മറക്കുന്നു, തോന്നൽ വരും. അത് വരരുത്. നമ്മൾ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് വേണം കൊണ്ടുപോകാൻ. അതെ സോ ദാറ്റ് ഈസ് ഹൗ വി ആർ ട്രൈങ് ടു ഡു, സോ ദാറ്റ് സിറ്റി ഷുഡ് ഗോ ഔട്ട്. ഈ നമ്മൾ സിറ്റി എന്ന് പറയുമ്പം MG റോഡും പാളയും അതെ. ശാസ്തമംഗലം ഒന്നും അല്ല സിറ്റി. അതെ സിറ്റി ഈ MG റോഡും ശാസ്തമംഗലം കുറങ്കോണം പട്ടമെല്ലാം അതെ. മാറിയിട്ട് സിറ്റി വികസിച്ച് പോകണം. അതെ സിറ്റി പോകുമ്പം ഞങ്ങളുടെ മനസ്സിൽ കാണുന്ന സിറ്റി എന്ന് പറയുന്നത് യു ഷുഡ് ഗോ അപ് ടു നെയ്യാറ്റിൻകര വൺ സൈഡ്, കാട്ടാക്കട ദ അതർ സൈഡ്, നെടുമങ്ങാട് വേറെ സൈഡ്, that side, ആ. ആറ്റിങ്ങൽ, വർക്കല. ദിസ് ഈസ് വാട്ട് ദ ഹോൾ സിറ്റി ഈസ്. അതെ നമ്മുടെ സിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വികസിക്കണം. നോട്ട് തിരുവനന്തപുരം ജില്ല അല്ല പറയുന്നത്. അല്ല മനസ്സിലായി. സിറ്റി എന്ന് പറയുന്നത് അങ്ങനെ വികസിച്ച് വരുമ്പോൾ മാത്രമേ ആ സിറ്റിയുടെ ഇൻക്ലൂസ്, കാര്യം സിറ്റിയുടെ പോപ്പുലേഷൻ പുറത്ത് പോകണം. അതെ കാര്യം വികസനമില്ല, അങ്ങോട്ട് പോയാലും കാരണം ഈ മാത്രമേ. ഗ്രാമത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പറ്റുന്നത് ഇപ്പം നമ്മുടെ ചുറ്റും ഗ്രാമങ്ങളാണ്. പണ്ട് തിരുവനന്തപുരം തന്നെ നല്ലൊരു ഗ്രാമമായ നഗരമാണ്. ശരിക്കും ഗ്രാമഭംഗി നിറഞ്ഞിട്ടുന്ന നഗരമാണല്ലോ. അപ്പോൾ ഈ ഇപ്പം ഗ്രാമത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഇത് വരുന്നത് അവിടെ? സോ ദേ ആർ ഹാപ്പി. ഫോർ എക്സാമ്പിൾ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ വന്നു, ആഹാ. ആൾക്കാർ വോളണ്ടറി ചെയ്തല്ലേ ഭൂമി കൊടുക്കുന്നത്. ഓ, കാര്യം അവിടെ ഒരു ശരി. വികസനം വരണം. കാര്യം ഇന്നത്തെ കോമ്പൻസേഷൻ പാക്കേജസ് നല്ലതാ. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന കോമ്പൻസേഷൻ പാക്കേജ് നല്ലതാ. അപ്പോൾ നല്ല പാക്കേജ് കിട്ടുന്നു. അത് വെച്ചിട്ട് തന്നെ നല്ല സ്ഥലത്ത് ഇവരിപ്പോൾ ഇപ്പം ജീവിക്കുന്ന സാഹചര്യത്തിനാലും ബെറ്റർ സാഹചര്യത്തിലോട്ട് മാറാനുള്ള ചാൻസ് കിട്ടി. അതെ ദേ ക്യാൻ മൂവ് ഫർദർ ഔട്ട് ഫ്രം ദർ. ആഹാ. അപ്പോൾ ആൾക്കാർ റെഡിയാണ്. പണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒബ്ജക്റ്റ് ചെയ്യും. അതെ കാര്യം റോഡ് വന്നാലും ഒബ്ജക്റ്റ് ചെയ്യും. അതെ ഇപ്പോൾ ആൾക്കാർ ഒബ്ജക്റ്റ് ചെയ്യുന്നില്ല. ആൾക്കാർക്ക് വേണ്ട ഒറ്റ കാര്യം, ഒബ്ജക്റ്റ് ചെയ്യുന്നതും ബഹളം ഉണ്ടാക്കുന്നത്, നമ്മളൊരു സ്ഥലം എടുത്താൽ കൃത്യമായിട്ട് പൈസ കൊടുക്കണം. കൊടുത്തിരിക്കണം. അതെ ഈ എത്രയോ നാളായിട്ട് ഇത് കെട്ടി നിർത്തി അവിടെ കാണുന്ന ആൾക്കാരുടെ സ്ഥലം എടുത്ത് കുട്ടികളെ കെട്ടിച്ചയക്കാൻ പറ്റുന്നില്ല, അതെ. കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഇവരെ വീട് വാങ്ങിക്കാനോ വസ്തു വിൽക്കാൻ ആരും വാങ്ങിക്കാൻ ആൾക്കാർ വരില്ല. അതെ. കാര്യം ഇത് അക്വിസിഷൻ കിടക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എപ്പോഴും ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ നമുക്ക് അവരെ പ്രയാസം കേട്ടോണ്ടിരിക്കുന്നത് ശരിയല്ല. അതെ. നമ്മളൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ട് പൈസ കൊടുത്ത് എത്രയും നേരത്തെ ആൾക്കാരെ ക്ലിയർ ചെയ്ത് വിടുന്നതാണ് ഏറ്റവും നല്ല പദ്ധതി. അതെ നമ്മൾ അവരെ ബുദ്ധിമുട്ട് തന്നെ കുറച്ച് ചെറിയൊരു ഇപ്പോഴത്തെ നല്ല ഡെമോൺസ്ട്രേഷൻ ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതാ ആൾക്കാർ കരയുന്നുണ്ട്. നേരത്തെ ആ ഹൈവേ നാഷണൽ 6 ഈ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ NH66 ആയിരുന്നു. ഇപ്പോൾ പുതിയ ഇത് വന്നപ്പോൾ അത് 866 ആയി. അപ്പം നോട്ടിഫിക്കേഷൻ മാറി. അപ്പം നോട്ടിഫിക്കേഷൻ മാറുമ്പോൾ റീനോട്ടിഫൈ ചെയ്യണം. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ ഇത്രയും നാൾ കാത്തിരുന്നു. അതെ. അവർക്ക് പൈസ കൊടുക്കണം. പൈസ കൊടുത്ത് നിങ്ങൾ റീനോട്ടിഫൈ ചെയ്യോ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്തോ. ബട്ട് വൈ ആർ യു മേക്കിംഗ് ദം ദ സ്കേപ്പ് ഗോട്ട്? സോ ഇവിടുന്ന് എന്തെങ്കിലും അതിന്റെ റെപ്രസെന്റേഷൻ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് പ്രൈം മിനിസ്റ്റർ 2 ദിവസത്തിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൻ്റെ അകത്തും ഈ ഇഷ്യൂ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനൊരു ലോക്കലായിട്ടുള്ള പെട്ടെന്നൊരു solution ഉണ്ടാവുമെന്ന് ലോക്കലായിട്ടുള്ള പ്രതീക്ഷിക്കാം. അവരെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് BJP ലീഡേഴ്സ് വിൽ ടേക്ക് ഇറ്റ് അപ്പ്. ആ. ബിക്കോസ് ദിസ് ഇസ് എ മേജർ ഇഷ്യൂ. അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു കാര്യം വിഴിഞ്ഞം ടു നാവായക്കുളം റോഡാണ് നമ്മൾ പറയുന്നത്. ആകപ്പാടെ 70 കിലോമീറ്റർ താഴെയുള്ളൂ. ഈ റോഡ് എക്വയർ ചെയ്യാനും അതിനൊരു കോറിഡോർ സൃഷ്ടിക്കാനും ഔട്ടർ റിംഗ് റോഡ് ഉണ്ടാവാനാണ് ഈ കോറിഡോർ. അപ്പോൾ ആ കോറിഡോറിലുള്ള ആൾക്കാർ സറണ്ടർ ചെയ്യുമ്പം ആക്ച്വലി വി ഷുഡ് ഗിവ് ദം, നമുക്ക് അവർ മാലയിട്ട് സ്വീകരിക്കേണ്ട കാര്യം എന്നറിയാം. അവർ അത്രയും വോളണ്ടറി ചെയ്ത് വരിക. തീർച്ചയായിട്ടും പൈസ കൊടുക്കുന്ന വേറെ കാര്യം. അതെ. പൈസ കൊടുക്കുന്നത് ശരി, നമ്മളെ ഒരു ഭൂമി കുഴിക്കുമ്പോൾ പൈസ കിട്ടും. ആ. പക്ഷെ അത് കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടല്ലോ, അതെ. ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. തീർച്ചയായിട്ടും അപ്പോൾ അവരെ നമ്മൾ തീർച്ചയായിട്ടും വി ഷുഡ് സപ്പോർട്ട് ദം. അതാണ് നമ്മൾ കാരണം. തിരുവനന്തപുരത്ത് എല്ലാവരും കൂടെ നിൽക്കണം. ലെറ്റ് ഔട്ട് ആയ പോലെ തോന്നുന്നു അവർക്ക്. അല്ലെങ്കിൽ ഇതിന് എന്താ പറയുക, Let out ഇത് പൈസ കൊടുത്ത് അങ്ങ് ഇറക്കി വിടുന്ന ഒരു തോന്നൽ വരരുത്, വരരുത്. ഒരിക്കലും ചെയ്യരുത്. അതെ. കാര്യം ഒരാളുടെ ശാപം പോലും ഇവിടെ വരാൻ പാടില്ല. പാടില്ല. തിരുവനന്തപുരത്തിന് നമുക്ക് ഉള്ള ആൾക്കാർ സന്തോഷം കൊണ്ട് താമസം. ദിസ് ഷുഡ് ബി എ സിറ്റി ഓഫ് ഹാപ്പിനെസ്. അതെ അതെ എവരിബഡി ഷുഡ് ഹാപ്പി. തീർച്ചയായിട്ടും. നമ്മൾ പത്മനാഭൻ്റെ മണ്ണിലാണ് ഇരിക്കുന്നത്. അതെ വി ഷുഡ് ബി വെരി ഹാപ്പി. കറക്റ്റ്. അപ്പം നമ്മളിപ്പം പറഞ്ഞു ഇപ്പോൾ അതായത് മോൾസിൻ്റെ കാര്യം പറഞ്ഞു. അതായത് മോൾസ് ഇത്രയും മോൾസ് വന്നു, അതുപോലെ വലിയ വലിയ ഇതൊക്കെ വരുമ്പോൾ എൻ്റർപ്രൈസസ് ഒക്കെ വരുമ്പോൾ ഈ കുറേ ചെറുകിട കടക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ ഇത് സോൾവ് ചെയ്തോ അല്ലെങ്കിൽ അത് പോയി പോകുമോ എന്നുള്ളൊരു പേടി എല്ലാ ഈ പറഞ്ഞ പോലെ സാധാരണക്കാരിൽ ഉണ്ടായിരുന്നു. കാരണം നമുക്കിപ്പം മോൾ എന്ന് പറയുമ്പോൾ ഈ സാധാരണ ഇടയിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്നിപ്പോൾ അവരുടെ വ്യൂ മാറി, കാരണം എല്ലാവരും അതിനകത്ത് വരുന്നുണ്ട്.
പക്ഷേ എന്നാൽ പോലും അതിനകത്ത് കിട്ടുന്നതും കിട്ടുന്ന സാധനങ്ങളും എല്ലാം ബ്രാൻഡഡ് സ്റ്റഫാണ് കൂടുതൽ. അപ്പോൾ കൂടുതലും ഞാൻ കണ്ടിട്ടുണ്ട് മോളിൽ വരുന്നത് വെറുതെ ആ AC എൻജോയ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടും അല്ലാതെ സാധാരണക്കാരുടെ ഇടയിൽ വരുന്നത് ചെറിയ കടക്കാരായിരുന്നു. ആ ഒരു ചെറിയ കടക്കാർ ഡിസ്പ്ലേസ്ഡ് ആയില്ലേ ഇങ്ങനെ ഈ മോൾസും അത് ഇതൊക്കെ വന്നപ്പോൾ? തുടക്കത്തിൽ ആൾക്കാർക്ക് ഫിയർ ഉണ്ടായിരുന്നു. ആ. ഒരു മോള് വരുമ്പോൾ ആൾക്കാർ ഡിസ്പ്ലേസ്ഡ് ആവുന്നുള്ളത്. ഈ ചെറിയ കടക്കാർ തന്നെ അവർ ഹൈപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് അവർ കടയിൽ വിൽക്കുമല്ലേ? ബിക്കോസ് ഇത്രയും ലാഭത്തിന് അവിടെ കിട്ടാൻ പറ്റും. മനസ്സിലല്ലേ? ശരി. അങ്ങനെ പല ഷോപ്പും പല ഹോട്ടലിലെ ആൾക്കാർ അവർ വാങ്ങിക്കുന്ന സോഴ്സ് ചെയ്യുന്ന മൊത്തം ഈ മോൾ ഹൈപ്പർ മാർക്കറ്റ്സിനാണ്. ശരി. കൂടാതെ സിറ്റിക്കകത്ത് നമ്മൾ നോക്കിയാൽ ഈ ഹൈപ്പർ മാർക്കറ്റ് വരുമ്പം പല കടയിൽ നിന്ന് പോകുമെന്ന് നമ്മൾ വിചാരിച്ചു. അതെ. പലരും നിന്നിട്ടില്ല. അതെ. ഇന്ന് പല പല പുതിയ സൂപ്പർ മാർക്കറ്റ്സ് വന്നിട്ടേ ഉള്ളൂ. പുതിയ ഫ്രൂട്ട് സ്റ്റോൾസ് വന്നിരിക്കുന്നു, പുതിയ ഫുഡ് ജോയിൻറ്റ്സ് വന്നിരിക്കുന്നു, പുതിയ മൾട്ടി സ്റ്റോർ വന്നിരിക്കുന്നു. അവിടെ എല്ലാവർക്കും കച്ചവടമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് മോൾസ് ദേ ഹാവ് ഗിവൺ ആൻ ഐഡിയ എങ്ങനെ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഉള്ള ബിസിനസ് തന്നെ എത്രമാത്രം അത് എൻഹാൻസ് ചെയ്യാം, അത് ആൾക്കാരിൽ എത്രമാത്രം റീച്ച് ഉണ്ടാക്കാമെന്ന് പണ്ടത്തെ ഒരു അപ്രോച്ചൊക്കെ ഒന്ന് ആ ചെറിയ കടക്കാരത്ത് പോലും അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. അല്ല, ഇപ്പം നമ്മൾ നോക്കിയാൽ തിരുവനന്തപുരത്തെ കാര്യം, നമ്മുടെ കല്യാണത്തിന് പോകുമ്പം എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഒരു കവർ ഇരിക്കും, അതിൽ കാണുന്ന സ്റ്റൈൽ പ്ലസിനാണ്. ഇന്നും സ്റ്റൈൽ പ്ലസ് തന്നെ അതിൻ്റെ അകത്ത് വരുന്നത്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇന്നും ആൾക്കാർ മോളിൽ ചെന്ന് അല്ല ഗിഫ്റ്റ് വാങ്ങിക്കുന്നത്. ഇതുപോലുള്ള കട എത്രയോ കടയുണ്ട്. സ്റ്റൈൽ പ്ലസ് അതുപോലെ ഒരു കടയാണ്. അതേപോലെ നമ്മൾ നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റ്സ്, ഈ ഇടത്തരംകാർക്ക് തുണി വാങ്ങിക്കണം. എവിടെയാണ് പോകുന്നത്? രാമചന്ദ്ര, പോത്തീസിൽ പോയാൽ എന്ത് വേണം കിട്ടും. കല്യാൺ സെൽസിൽ അവൈലബിൾ ആണ്. എവറി ബേ ഇസ് അവൈലബിൾ. നമുക്ക് നമ്മുടെ പോക്കറ്റ് ബേസ് ചെയ്തുള്ള ഷോപ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഈവൻ ഇഫ് യു ഗോ അറ്റ് ഇപ്പം രാമചന്ദ്ര സൂപ്പർ മാർക്കറ്റിൽ വന്നു, അവിടെ ഹൈപ്പർ മാർക്കറ്റ് ഉള്ള ലുലു മാളുണ്ട്. ലുലു മാൾ ഉണ്ടായിട്ട് പോലും രാമചന്ദ്രയുടെ സൂപ്പർ മാർക്കറ്റ് ഈസ് ഡൂയിങ് വെരി വെൽ. എത്ര ചെയിൻ തുടങ്ങി. അപ്പം ദറ്റ് മീൻസ് മാള് വന്നെന്ന് പറഞ്ഞിട്ട് ആർക്കും കച്ചവടമൊന്നും പോയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ബിസിനസ് ഇത് കൂടുകയാണ്, ഒരുപാട് ഇൻഡസ്ട്രീസ് വരാൻ പോകുന്നു. അതുപോലെ നമ്മുടെ എന്താ പറയുക, എല്ലാ രീതിയിലും അത് വികസനം വരുമ്പോൾ നമ്മുടെ എയർപോർട്ട് ആസ് യുവർ അഡ്വൈസറി മെമ്പർ ഓഫ് ദ കമ്മിറ്റി, അപ്പം ഈ വരുന്ന കണക്ടിവിറ്റി, എയർ കണക്ടിവിറ്റി കൂടുതലാണ് ആവുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് നമ്മുടെ ഇതിനെ സജ്ജീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. കാര്യം ഞാൻ എയർപോർട്ടിലെ അഡ്വൈസറി കമ്മിറ്റി നേരത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അദാനി എയർപോർട്ടായിട്ട് വി ആർ വർക്കിംഗ് ടുഗെദർ ഫ്രം ദി ചേംബർ ആൻഡ് ദി എയർപോർട്ട്. നമ്മുടെ എയർപോർട്ടിൽ അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളെ ഇൻഫോം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദി ഹാവ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് ഓൾ ദിസ് ഫ്യൂച്ചർ ഗ്രോത്ത് വരെ ഫാക്ടറി ചെയ്തിട്ടാണ് അനന്ത എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് അവർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അകത്ത് യു ആർ ഗോയിങ് ടു ദി ആർ സ്പെൻഡിങ് ഓൾമോസ്റ്റ് അബൌട്ട് 7,000 to 10,000 crores rupees. അത് ഫ്യൂച്ചറിസ്റ്റിക്കാണ്. അടുത്ത 5 years 3 years മേ ബി അപ് ടു 2030 ആകുമ്പം ദാറ്റ് ഹോൾ തിങ് വിൽ കം ഫുള്ളി കംപ്ലീറ്റ്. അപ്പോൾ അത് സ്ലോ ഫേസാണ്. ഇപ്പം എയർ സൈഡിലുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുക. T2 ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. T1 റോഡ് സൈഡിലോട്ടുള്ള ഇപ്പോൾ വികസനം നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട്. സോ ദേ ആർ ട്രൈങ് ടു മേക്ക് ഷുവർ ദാറ്റ് ആക്ച്വലി എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ദാറ്റ് വി ഹാവ് 2 airports സെപ്പറേറ്റ്ലി, ബിക്കോസ് നാളെ ഗ്രോത്ത് വരുമ്പം ഒരു എയർപോർട്ട് സ്റ്റാൻഡ് ബൈ. കാരണം നാളെ കുറച്ച് കഴിയുമ്പം എയർപോർട്ട് എല്ലാം കൂടെ ഒരു സ്ഥലത്തായാൽ ഈ എയർപോർട്ട് ഇടിച്ച് കളഞ്ഞിട്ട് വേറെ എയർപോർട്ട് കിട്ടാം. ഇപ്പോൾ ഭൂമി ലഭ്യത കുറവാണ്. 628 ഏക്കറേ ഉള്ളൂ. അതല്ലേ, ബാക്കി എല്ലാവർക്കും 3000 ഏക്കറും 2000, 3000, 5000 ഏക്കറാണ് ബാക്കി സ്ഥലത്തൊക്കെ. നമുക്ക് ലിമിറ്റഡ് ആണ്. അപ്പോൾ ലിമിറ്റഡ് പ്ലേസിൽ മേക്ക് മാക്സിമം യൂസ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ദ സ്പേസ്. സോ എയർഫോഴ്സ് പോലും അതിനകത്തൊരു എയർഫോഴ്സ് ഉണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്, എയർഫോഴ്സ് എല്ലാം അതിനകത്ത്. സോ ദിസ് എയർപോർട്ട് ഈസ് എ മൾട്ടി ഫങ്ഷണൽ എയർപോർട്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നേവൽ എക്സസൈസ് ആണ്. ഈ നേവൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈസ് എ വെരി ബിഗ് എക്സസൈസാണ്. അപ്പോൾ അത് നോർമലായിട്ട് ഒരു നേവൽ എക്സസൈസ് നടക്കുമ്പം ഉൾക്കടലിലാണ് നടക്കുന്നത്. ഒരിക്കലും ഷോറിൽ ഇരുന്ന് കാണാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ശംഖുവം ബീച്ചിൽ നമ്മൾ പോയി കിടന്ന ശംഖുവം ബീച്ചിന് ഈ ആർമിക്കാരും എയർഫോഴ്സും ഡിഫൻസ് പേഴ്സണൽ പറയാം, എല്ലാവരും ചേർത്ത് പറയാം, ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ചേർന്ന് തിരിച്ച് ആ ശംഖുവം ബീച്ച് നോർമലാക്കി. എത്രയോ നാളായത് പൊട്ടി പോഞ്ഞ് കിടന്ന് അവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് റീസെറ്റ് ചെയ്തു. അവിടെ നമുക്ക് നേവൽ എക്സസൈസ് കാണാനുള്ള ഷാമിനായിട്ടു എല്ലാം കൂടെ 10,000-8,000 പേരിന്ന് കണ്ടതാണ്. അല്ലാതെ പുറത്തു നിന്ന് തന്നെ 10,000-50,000 പേരുണ്ട്. പക്ഷേ ഒരു നേവൽ എക്സസൈസ് കാണുമ്പം കടലിരുന്ന് ഉൾക്കടലിൽ കണ്ടുകൊണ്ടിരുന്ന സാധനം നമുക്ക് ശംഖുവത്തിൽ നിന്ന് കാണുമെന്ന് പറഞ്ഞ് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. കാരണം പ്രത്യേകിച്ച് ഒരു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അവരുടെ സെപ്പറേറ്റ് അവരുടെ
സ്വന്തം പ്ലെയിനിൽ വരുമ്പം ആ പ്ലെയിനിൽ ഇറങ്ങിയിട്ട് നടന്നു വരുന്ന ദൂരേ ഉള്ളൂ ഇപ്പുറത്ത്. അതെ. പക്ഷേ സെക്യൂരിറ്റി കൺസേൺ കൊണ്ട് കാറിൽ വന്നു. അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പ് എക്സസൈസ് നടക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു. നമ്മളെ സബ്മറൈൻസ് നമ്മുടെ തൊട്ട് മുമ്പ് 200 മീറ്റർ മുമ്പെയാണ് സബ്മറൈൻസ് അവിടെ നിൽക്കുന്നത്. നമ്മൾ 200 മീറ്ററിൻ്റെ അപ്പുറമാണ് നമ്മൾ ഈ INS വിക്രാന്ത് അതിന് ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഹെലികോപ്റ്ററിൻ്റെ എക്സസൈസ് അല്ലെങ്കിൽ പ്ലെയിനിൻ്റെ എക്സസൈസ് മൊത്തം ഈ എയർപോർട്ടിന് പറന്ന് തൊട്ടിപ്പുറത്ത് വന്ന് കാണിക്കുക. ഇതുപോലെ വേറെ എവിടെ ഉണ്ട്? ഒരു സ്ഥലത്തും പറ്റില്ല. കാര്യം ഒരു എയർപോർട്ടും ഒരു സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് 1 മണിക്കൂർ 1.5 മണിക്കൂർ ദൂരമാണ്. ഒരു ഫ്ലൈറ്റ് വെച്ച് കണക്കാക്കിയാൽ 30 മിനിറ്റ്സെങ്കിലും വേണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ളപ്പം നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സ്ട്രാറ്റജി എനിക്കൊന്ന് നേവിക്ക് മനസ്സിലായി, ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലായി. എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു, പ്രൈം മിനിസ്റ്റർ ഒരു മാരിടൈം തിയേറ്റർ കമാൻഡ് എന്ന് പറഞ്ഞാൽ 3 കമാൻഡും കൂടെ ചേർത്ത് ഒരു തിയേറ്റർ കമാൻഡ് തിരുവനന്തപുരത്ത് വരുന്നതിനുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ അത് വരുമോ അതിനെ പറ്റി പറയുമെന്ന് അറിയത്തില്ല. ബിക്കോസ് സെക്യൂരിറ്റിയാണിത്. അപ്പോൾ ആ സെക്യൂരിറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ അനൗൺസ് ചെയ്യും. ബട്ട് വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, വി ഹവ് പ്രൂവ് ദാറ്റ് വി ക്യാൻ ഹോസ്റ്റ് മാരിടൈം തിയേറ്റർ കമാൻഡ്. ആ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. 5 ഏക്കർ സ്ഥലം ഈ അടുത്ത കാലത്ത് നേവിക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടത്തറ. സോ അങ്ങനെ ഓരോ ഇഫ് യു സീ ദാറ്റ് അവിടെ CISF ഉണ്ട്, CRP ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട് ഇവിടെ. സോ വിച്ച് മീൻസ് വി ഹാവ് ബിക്കം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആവുന്നു. ബട്ട് വി ഓൾസോ ഹാവിങ് സെക്യൂരിറ്റി ത്രെറ്റ്സ്. ഇതിന് കൂടെ ത്രെറ്റും കൂടെ വരുന്നുണ്ട്. കാരണം ഈ കമാൻഡ്സ് ഒക്കെ വരുമ്പോൾ നാളെ യുദ്ധം വരുന്നു, നമുക്കുള്ള ടാർഗറ്റാണ്. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് വൺ ത്രെറ്റ്. എല്ലാം വരുമ്പം ഒരു സൈഡും കൂടെ നോക്കുമ്പം മറ്റേ പ്രോബ്ലം കൂടെ വരാം. പക്ഷേ വി ഹാവ് ഗോട്ട് ഓൾ ദി റിക്വയർമെൻറ്റ്സ് ദാറ്റ് സെക്യൂരിറ്റി വൈസ് വി ആർ വെൽ പോയിസ്ഡ് ഇൻ ദ സൗത്ത്. ബട്ട് ദ ത്രെറ്റ് ഇസ് ദാറ്റ് ബിക്കോസ് ടുമോറോ ഒരു യുദ്ധം വന്നാൽ തിരുവനന്തപുരം ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനായി മാറാം. അപ്പം ഇത്രയും മാത്രം വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറുകയാണ് തിരുവനന്തപുരം. അപ്പം നമ്മുടെ നിങ്ങളുടെയൊക്കെ ജോലിയും ഒരുപാട് അങ്ങ് വർദ്ധിക്കാൻ പോവുകയാണ്. കാരണം ഇനി ഒരു 5-10 വർഷത്തിനകത്ത് മേ ബി ഫർദർ ഓൾസോ ഇതിന് ഒരു വലിയൊരു ചലഞ്ച് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ എല്ലാ ഇപ്പം ഞാൻ കരുതിയത് ഒരു വികസനം എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം നേരത്തെ പറഞ്ഞ പോലെ വളർന്ന് ഗ്രാമപ്രദേശം. ഇപ്പോൾ ഈ നേവൽ എക്സസൈസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു എനിക്കൊരു എന്താ പറയുക ഒരു പുതിയ അറിവ് തന്നെയാണ്. അപ്പം അത് വരുമ്പോഴത്തേക്ക് ആഡഡ് ഒരു റെസ്പോൺസിബിലിറ്റി, അതിനൊരു പ്രത്യേക ടീം തന്നെ വേണ്ടേ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ? അത് എങ്ങനെയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വിഷ്വലൈസ് ചെയ്യുന്നത്? ഇല്ല ഗ്രോത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വരും. മനസ്സിലല്ലേ? ഇപ്പോൾ ഉള്ള കുട്ടികൾ ഫോർ എക്സാമ്പിൾ യു ടേക്ക്, നമ്മളിപ്പോൾ യൂത്തിനെ വേണം കാണാൻ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പം പ്രായമുള്ള ആൾക്കാർ റിട്ടയർ ചെയ്ത് പോവാം. ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂത്ത് ഇങ്ങ് വിട്ടു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന യൂത്ത് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഹഡിൽ കോൺഫറൻസ്, ഗ്ലോബൽ ഹഡിൽ മീറ്റ് നടത്തി. ഓൾമോസ്റ്റ് 3,500 പേരുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യൂത്താണ്. ലോകത്തിൻ്റെ എല്ലായിടത്തും വന്നു, ആൾക്കാർ സ്പീക്കേഴ്സ് വന്നു, എല്ലാം ട്രിവാൻഡ്രത്താണ് വരുന്നത്. ഈ കുട്ടികളുമായിട്ട് സ്റ്റാർട്ടപ്സുമായിട്ട് സംസാരിക്കുന്നു. ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ടപ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള എക്കോ സിസ്റ്റം വളർന്നു. കുട്ടികളെല്ലാം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം. അവർക്കിപ്പം ഒരു ജോബ് സീക്കറിന് കാലം ജോബ് ഗീവറായി. അവർ തന്നെ അവർ മാറി. മറ്റേ ജോലിക്ക് വേണ്ടി ഇങ്ങനെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കുമായിരുന്നു. ഇപ്പോൾ അവർ സ്വന്തമായിട്ട് തുടങ്ങി ജോലി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതിനുള്ള എക്കോ സിസ്റ്റംസ് എനിക്കൊന്ന് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരള ഗവൺമെൻറ് കൊണ്ടുപോകും. പല കാര്യങ്ങളും ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഭാഗമായിട്ട് പലർക്കും ഇപ്പം കുറച്ചുകൂടി ഈസിയാണ്. മറ്റേത് നമ്മൾ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി മുഷിവൊക്കെ പോയി. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ആ കുട്ടികൾക്ക് നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അവരെ മെൻറ്റർ ചെയ്യുക, ഹാൻഡ് ഹോൾഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കിവിടെ മാറേണ്ട ഒരു സാധനം, കുട്ടികൾ നാട് വിട്ടു പോകുന്നത് പഠിക്കാൻ പോവുക. അതിൻ്റെ റീസൺ എന്താ? നമ്മൾ ഓബ്സൊലീറ്റ് ആയിട്ടുള്ള സിലബസാണ് യൂണിവേഴ്സിറ്റീസ് പഠിപ്പിക്കുന്നത്. നമ്മൾ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ഉണ്ടായി, അന്ന് നമ്മുടെ വൈസ് ചാൻസലറായിട്ട് അന്ന് നമ്മൾ ഇൻവിറ്റേഷൻ അയച്ചത് ആൽബർട്ട് ഐൻസ്റ്റൈനാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റാതെ വേറെ US-ലൊരു അസൈൻമെൻറ്റ് വാങ്ങിച്ചു പോയി. അത് കഴിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ നോക്കുമ്പം യൂണിവേഴ്സിറ്റി അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റി ആയി. അന്ന് കേരള യൂണിവേഴ്സിറ്റി ഈസ് ഓൺലി യൂണിവേഴ്സിറ്റി ഫോർ ദ ഹോൾ സ്റ്റേറ്റ്. പിന്നെ യൂണിവേഴ്സിറ്റി നമ്മൾ പല സ്ഥലത്തും വന്നപ്പം ജൂറിസ്ഡിക്ഷൻ കുറഞ്ഞു വന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്, നമുക്ക് നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ബട്ട് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് അവർ സിലബസ് ഷുഡ് ബി ഓൺ പാർ. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ കുട്ടികൾ IIT പഠിക്കുന്നു. IIT പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സബ്ജക്റ്റ് തന്നെ നമ്മൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചാൽ പോരെ?
കാരണം അവിടെ IIT കയറാൻ പറ്റിയില്ല. കയറാൻ പറ്റിയില്ലെങ്കിലും അതെ. ആ സബ്ജക്റ്റ് ഇവിടെ പഠിപ്പിക്കുന്നു. നാളെ അവർക്ക് കമ്പീറ്റ് ചെയ്യുമ്പം IIT കുട്ടികളുമായിട്ട് കമ്പീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതേപോലെ കേരള യൂണിവേഴ്സിറ്റി ഓൾസോ ഹാസ് ഗോട്ട് കോഴ്സസ് ഹാവ് ടു ബി അപ്ഗ്രേഡഡ്. ഇന്ന് നമ്മൾ കാണുന്ന ഏതൊക്കെ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളത് ആ സബ്ജക്റ്റ് വേണം പഠിപ്പിക്കാൻ. ടൂറിസം റിലേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുക, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സസ്, ഇപ്പം ഹെൽത്ത് കെയർ വലിയൊരു ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ ഇൻഡസ്ട്രി. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സസ് പഠിപ്പിക്കുമ്പം ലോജിസ്റ്റിക്സ്, വെയർ ഹൗസിങ് ഇനി പുതിയതായിട്ട് വരാൻ നമ്മൾ ഇനി അടുത്ത 5-10 വർഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതൊക്കെ വരും. അപ്പോൾ നമ്മളെ കുട്ടികളെ ഇക്വിപ്പ് ആക്കുക. ഇക്വിപ്പ് ആക്കി കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല. കാരണം ഇവർ അവിടെ പോയി പഠിക്കുന്നത് ഇവിടുന്ന് ലോൺ എടുത്ത്. ഇപ്പം ഞാനൊരു ഫിഗർ എടുക്കുമ്പം കാനറ ബാങ്കിന് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ ദി എഡ്യൂക്കേഷൻ അവരുടെ ദി സ്റ്റേറ്റ് ലെൻഡിങ് ബാങ്കിൻ്റെ കാനറ ബാങ്കാണ് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി. കാനറ ബാങ്കിൻ്റെ കയ്യിലുള്ള നമ്മളെടുത്ത ഫിഗേഴ്സ് വെച്ച് 10,000 crores എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്. 10,000 crores. അപ്പോൾ 10,000 crores എഡ്യൂക്കേഷൻ ലോൺ എടുക്കണമെങ്കിൽ അത് അവർക്ക് അതിന് സെക്യൂരിറ്റി വെക്കാൻ പറ്റുന്നവരല്ലേ എടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി വെക്കാൻ പറ്റാത്ത ആൾക്കാർ ഏതൊക്കെ ബാങ്കിൽ പോയി കാണും? അവർ പ്രൈവറ്റ് ബാങ്ക്സിൽ പോയിട്ടുണ്ട്, അവരെ പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പ്രൈവറ്റ് ആയിട്ടുള്ള മണി ലെൻഡേഴ്സിൻ്റെ അതിന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അതും. ഈ കുട്ടികൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് അവിടെ പോയിട്ട് എത്ര പേര് സക്സീഡ് ചെയ്യുന്നു? അവിടെ ചെന്ന് അവർ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നു, പമ്പിൽ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, ദേ സമം മാനേജ്. പഠിത്തം കഴിഞ്ഞ് 2 years വരെ നിൽക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ ജോലി കിട്ടി തിരിച്ചു വരുന്നു. വാട്ട് വിൽ ദേ ഡു? മനസ്സിലായില്ലേ? അതിന് പകരം നമ്മൾ ഈ കുട്ടികളെ നമ്മൾ കുറച്ചുകൂടെ എൻ്റർപ്രണർഷിപ്പ് പഠിപ്പിച്ച് അവരെ പഠിപ്പിച്ച്, കാരണം സർക്കാർ ജോലിയൊന്നും അല്ല ജോലി, അല്ല ബാങ്കിൽ കയറുന്നത് ഒരു ജോലിയല്ല. നിങ്ങൾക്ക് രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ യു ക്യാൻ ബിക്കം യുവർ ഓൺ എംപ്ലോയർ. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ഓണർ ആയിക്കൂടെ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വരണം. അതിന് വരണമെങ്കിൽ വി മസ്റ്റ് ഗിവ് ദം ദി നെസസറി നോളജ്. ഇപ്പം നമ്മളെ ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടാക്കുന്നത് യൂണിവേഴ്സിറ്റിക്ക് ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ടാക്കാം. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഞാൻ സെനറ്റ് മെമ്പറാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ആ കോഴ്സസിനെ അപ്ഗ്രേഡ് ചെയ്താൽ ആ സെനറ്റിൽ ഇരിക്കുന്നത് സിൻഡിക്കേറ്റിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. നമ്മൾ അവരെ ഒന്ന് കംപ്ലീറ്റ് കോൺഫിഡൻസ് എടുത്തിട്ട് നമ്മൾ കോഴ്സ് മാറ്റണം. കാരണം പൊതുവേ ഉള്ള സംസാരം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കേരള യൂണിവേഴ്സിറ്റിയും പല യൂണിവേഴ്സിറ്റിയും കോഴ്സ് അപ്ഗ്രേഡ് ചെയ്യാത്തത് ഈ ടീച്ചർ കമ്മ്യൂണിറ്റി അതിനെതിരാണ്. കാരണം അവർക്ക് ഈ കോഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവരും കൂടെ പഠിക്കണം. വർക്ക് ലോഡ് കൂടും, അവരും കൂടെ പഠിക്കണം. അവർക്കും കൂടെ പഠിച്ച് അപ്ഗ്രേഡ് ചെയ്താലേ കുട്ടികളെ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതാണ് പൊതുവെ ഒരു സംസാരം. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ ടീച്ചേഴ്സിനെയും ഈ വന്നിരിക്കുന്ന സെനറ്റ് മെമ്പേഴ്സ്, സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മളെല്ലാവരും വിചാരിച്ചാൽ മാത്രമേ അടുത്ത തലമുറയെ വാർത്തെടുക്കണം. നമ്മളും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് വാർത്തെടുക്കാം. കുറച്ചൊക്കെ സ്ട്രെയിൻ ഇടണം എന്ന് പറഞ്ഞാൽ ഐ എം ഷുവർ ദേ ഓൾ സ്റ്റാൻഡ് ടുഗദർ. സ്റ്റെപ്സ് ഉണ്ട്. നമ്മളിപ്പോൾ വൈസ് ചാൻസലർ ഈസ് ടേക്കിംഗ് ലോട്ട് ഓഫ് സ്റ്റെപ്സ്. ദ ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഇസ് ഗവർണർ ഓഫ് കേരള. എത്രയോ പ്രാവശ്യം മീറ്റിങ്ങിന് വരുമ്പോൾ പറയുന്നത് tomorrow you should not get blamed by your next generation that you have killed the education system in Kerala. കാരണം നിങ്ങളെ ബ്ലെയിം ചെയ്യും. കാരണം നിങ്ങൾ സെനറ്റ് ഇരുന്നത് എന്തുണ്ടാക്കിയെന്ന് ചോദിക്കും. അതുകൊണ്ട് യു ആൾ ഷുഡ് വർക്ക് ടുവേർഡ്സ് എ വെൽ ബീയിങ് ആൻഡ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ. അതേപോലെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പം അവർക്ക് വേണ്ട സബ്ജക്ട്സ്, ബിക്കോസ് എല്ലാവരും എല്ലാത്തിനും എക്സ്പേർട്സ് ആവത്തില്ല, മനസ്സിലല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടി വരുന്ന സബ്ജക്ട്സ് എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഈ ഓട്ടോണോമസ് കോളേജസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. അവർക്ക് അവരായിട്ടുള്ള സിലബസ് ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു കാര്യം ചെയ്യും, സർക്കാരാണ്. പക്ഷേ ഓട്ടോണോമസ് കോളേജസിന് ഫ്രീഡം കൊടുക്കുക. അവർക്ക് സിലബസ് അവർ തന്നെ അസൈൻമെൻറ്റ്സ് നോക്കട്ടെ, അവർ സിലബസ് അഡോപ്റ്റ് ചെയ്യാം. അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ലോയോള കോളേജ്, അവിടെ പുതിയതായിട്ടൊരു സിലബസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ലോജിസ്റ്റിക്സ് ആൻഡ് ഓൾ ദ മാരിടൈം ലോ ആൻഡ് ലോജിസ്റ്റിക്സ് അവിടെ വരുന്നു. മാർക്ക് ഗ്രിഗറിയസ് കോളേജ് ടീച്ചിങ് മാരിടൈം ലോ, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സാണ്. സോ ഇതെല്ലാം കാണുന്നത് ബ്ലൂ ഇക്കണോമി ബേസ് ആണ്. സോ ദ ഫ്യൂച്ചർ ഫോർ ദിസ് ചിൽഡ്രൻ. അവർ ഇവിടുന്ന് ഇറങ്ങിയാലും ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, ജോലി കിട്ടുന്ന സബ്ജക്ട്സ് പഠിപ്പിക്കുക. അപ്പോൾ ഓട്ടോണമസ് കോളേജ് ക്യാൻ ഡു ദാറ്റ്, ദി ഗവൺമെൻറ് മെ നോട്ട് ബി ഏബിൾ ടു ഡു ദാറ്റ്. അപ്പോൾ ഓട്ടോണമസ് കോളേജസിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു പോവുക. പിന്നെ കേരള ഗവൺമെൻറ് തന്നെ പുതിയതായിട്ടൊരു നല്ലൊരു കാര്യം കൊണ്ടുവന്നു, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബിൽ. പ്രൈവറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി, ആൾക്കാർക്ക് പ്രൈവറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈ അപ്പ് ചെയ്യാം. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് പാസ്സായിട്ടില്ല, അതിപ്പോൾ ഗവർണറുടെ കയ്യിലിരിക്കുക. ഗവർണർ അത് ക്ലിയർ ചെയ്താലേ ആ ബില്ല് വരുള്ളൂ. ആ ബില്ല് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരാം. നമ്മൾ എന്തിനാണ് പുറത്ത് പോയി പഠിക്കാൻ പോകുന്നത്? അതെ. അപ്പോൾ ഈ പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ തുടങ്ങുമ്പോഴും അതിനകത്തുള്ള ആ സിലബസ്, അതിനൊരു കൺട്രോൾ വേണമല്ലോ. ഓഫ് കോഴ്സ് ദാറ്റ് ഷുഡ് ബി എ ബോർഡ് to control what they are teaching. No, but that is not necessary. Why? What is being taught in VIT, Vellore Institute of Technology, they have their own courses.
They are tailor-made for that students. They are not controlled by anybody. Okay. Even you take SRM college, they are not controlled by anybody. Mhm. Why should you get controlled? Because that university is doing the bringing the course. അവർ കോഴ്സ് വന്ന് പഠിപ്പിക്കുന്നു, അവർ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവർ തന്നെ പരീക്ഷ നടത്തുന്നു. Okay. സോ അവിടെ വേറെ ഒരു കൺട്രോളും വേണ്ടി വരുന്നില്ല. പക്ഷേ അവിടുന്ന് കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന ആൾക്കാർക്ക് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ജോബ് പ്ലേസ്മെന്റ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ള ഫോളോ അപ്പ് ഇപ്പം നമുക്ക് നല്ല യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ്, അത് ഗവൺമെൻറ് ആണ്. CT കോളേജിൽ വന്നിരിക്കുന്ന ക്യാമ്പസ് സെലക്ഷൻ പോലെ വേറെ ഏത് കോളേജ് വരുന്നു? TKM കോളേജ്, പ്രൈവറ്റ് കോളേജ്. TKM ഇസ് എ ഗവൺമെൻറ് എയ്ഡഡ് കോളേജ്. ഇത് ഈ TKM കോളേജ് വരുന്നു, മാർ ബെസിലിയസ് കോളേജ് വരുന്നു, സെൻറ്റ് തോമസ് എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നു, ആൾക്കാർ വരുന്നു, മേരിയൻ എഞ്ചിനീയറിംഗ് കോളേജ്. ഇതെല്ലാം ട്രിവാൻഡ്രത്തുള്ള റെപ്യൂട്ടഡ് കോളേജസ് ആണ്. ഈ കോളേജ് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ്. സോ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിൽ യു ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ് ആൻഡ് ടേക്കിംഗ് പീപ്പിൾ ഫ്രോം ദർ. ബിക്കോസ് ഇറ്റ് ഈസ് നൗ റാങ്ക് വൺ ഓഫ് ദ ടോപ്പ് റാങ്കേഴ്സിൽ വരുന്ന ഒരു കോളേജാണ്. സോ വിച്ച് മീൻസ് കോളേജ് അപ്ഗ്രേഡ് ചെയ്യും തോറും പുറത്തുനിന്ന് ആൾക്കാർ, കാര്യം നമ്മളിവിടെ എന്ന് പറയുന്നത് വി ആർ പീപ്പിൾ, വി ഹാവ് വെരി നോളജബിൾ ചിൽഡ്രൻ. പഠിത്തമുള്ള കുട്ടികളെ വേണമെങ്കിൽ ഇത് നമ്മുടെ സോഴ്സ് എവിടെയാണ്? ഏത് ഇൻഡസ്ട്രി വന്നാലും ദേ വാണ്ട് മാൻ പവർ. ഇപ്പോൾ IT കമ്പനി വന്നാലും മാൻ പവർ വേണം. അപ്പം മാൻ പവറിന് നോക്കി നടക്കേണ്ട കാര്യം ഇവിടെ മാൻ പവർ ഇരിക്കുമല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ആ മാൻ പവർ ടാപ്പ് ചെയ്തെടുത്താൽ ഈ കുട്ടികൾക്കൊക്കെ ജോലിയായി. ഇന്നും ഞാൻ കാണുന്നുണ്ട്, ഇപ്പോഴും കൂടി കാണുന്നതാണ്. പല വീടുകളിലും പോയി നമ്മളിങ്ങനെ കുട്ടികളൊക്കെ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബാംഗ്ലൂരാണ്, IT-യിലാണ്, ബാംഗ്ലൂരാണ്, അല്ലെങ്കിൽ ഹൈദരാബാദാണ്, അല്ലെങ്കിൽ എബ്രോഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കുട്ടികൾക്ക് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് തിരിച്ചു വരാനായിട്ട് അവർക്കൊരു ഇത് നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ് നമുക്ക് വേണ്ട. ഫോർ എക്സാമ്പിൾ CAT College, College of Architecture, Trivandrum. It is today one of the top colleges, not only in the state, in the country. കാരണം ആ കോളേജസിൻ്റെ ക്യാമ്പസസ് വിളപ്പിൽശാലയാണ്. പക്ഷേ കോളേജിൻ്റെ അവിടെ വന്നിരിക്കുന്ന ക്രീം ഓഫ് ദ സ്റ്റുഡൻസ്, ദി ഓൾ എംപ്ലോയ്ഡ് ടുഡേ. തിരുവനന്തപുരത്തും കേരളത്തിലും കിടക്കുന്ന കുട്ടികളെല്ലാം ഇപ്പോൾ ആ കോളേജിൽ വന്നവരാണ്. വൈ ദേ ഹവ് കം? ബിക്കോസ് ആ കോളേജിൻ്റെ ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ടീച്ചിങ് രീതി, പിന്നെ ദേ ഓൾസോ ഹാവിങ് സിലബസസ് വിച്ച് ആർ ഗോയിങ് ടു അപ്ഗ്രേഡ് ദം. സോ ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ തയ്യാറാണ്, നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മതി. ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഇപ്പം നമ്മളിപ്പം അടുത്ത മാസം, ഈ മാസം നമ്മൾ ടെക്നോ സിറ്റിയിൽ 94 ഏക്കറിൽ TCSൻ്റെ ക്യാമ്പസ് വരുന്നു. ഓക്കെ, ആ ക്യാമ്പസ് തുറക്കുമ്പോൾ 6500 പേരെ എടുക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ ക്യാമ്പസ് കൂടെ കംപ്ലീറ്റ് 21,000 21,000 പേരാണ് ഈ TCS ക്യാമ്പസ് ടെക്നോ സിറ്റിയിൽ. അപ്പോൾ അവിടെ ഒരു ക്യാമ്പസ് വരുമ്പം ആ ക്യാമ്പസ് തീർന്നു കഴിയുമ്പോൾ 6500 ഇപ്പം കയറും. അടുത്ത ഇതൊക്കെ അവരൊക്കെ നാളെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് അവർ ഡിപ്ലോയ് ചെയ്യുന്നതാണ്. 21,000 ആണ് അവരുടെ ഫൈനൽ എയിം. ഈ ക്യാമ്പസ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പം 21,000 പേരാണ് അവിടെ കയറുന്നത്. അതെ, ഇപ്പോൾ തന്നെ നമുക്ക് 500 യൂണിവേഴ്സിറ്റീസ്, 500 കമ്പനീസ് ഉണ്ട്. ടെക്നോ പാർക്ക് 100 ചിലവാനും കമ്പനീസ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നമുക്ക് സ്ഥലമില്ല. ആൾക്കാർ ചുമ്മാ ഫ്ലാറ്റ് മാത്രം കിട്ടിയാൽ പോരാ. ഞാൻ ഞങ്ങളുടെ ബിൽഡേഴ്സിൻ്റെ പറയാറുണ്ട്, യു മൂവ് ഔട്ട് ഫ്രോം ദിസ്. നിങ്ങൾ IT ബിൽഡിങ്സ് കേട്ടു, ഡാറ്റാ സെൻറ്റേഴ്സ് കേട്ടു. ബിക്കോസ് ഇപ്പം ബാംഗ്ലൂരും മദ്രാസും ഒക്കെ സക്സീഡ് ചെയ്ത റീസൺ എന്ന് പറഞ്ഞാൽ ഓൾ ദ പ്രൈവറ്റ് ബിൽഡേഴ്സ് ഇൻക്ലൂഡിങ് പ്രസ്റ്റീജ്, ബ്രിഗേഡ്, എംബസി, അവരെല്ലാമാണ് പ്രൈവറ്റ് ആയിട്ടുള്ള IT പാർക്സ് കിട്ടിയിരിക്കുന്നത്. കാര്യം ഗവൺമെൻറ് കെട്ടിക്കൊടുത്തതല്ല. നമ്മൾ ഗവൺമെൻറ് അല്ല അവിടുത്തെ കംപ്ലീറ്റ് ഡ്രൈവ് ചെയ്യുന്നത് പ്രൈവറ്റ് ആണ്. ഇവിടെ നമ്മൾ പ്രൈവറ്റ് ആരും ഡ്രൈവ് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഗവൺമെൻറ് ഡ്രൈവ്. ഇൻഫോ പാർക്ക് ആയാലും ഇവിടെ. പിന്നെ ഒരു പ്രോബ്ലം നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്തുള്ള പ്രോബ്ലം. നമ്മൾ ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുമ്പം നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറയുന്നു. ചില ഫ്ലൈറ്റിൽ നമ്മൾ തിരുവനന്തപുരം എഴുതിയാൽ ഇപ്പോൾ അവർ തിരിച്ച് ട്രിവാൻഡ്രം. കാര്യം പലർക്കും പറയാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും. ടങ് ട്വിസ്റ്ററാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലം, ഇവിടെ ആരാണ് ഇതിൻ്റെ പുറകിൽ എനിക്കറിയത്തില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് പേരിടുമ്പം തിരുവനന്തപുരത്ത് പേരിടത്തില്ല. വിഴിഞ്ഞം ഇടും. വിഴിഞ്ഞം എവിടെയാണ്? വിഴിഞ്ഞം കേരള ഇട്ടാൽ മതിയോ? സോ വിഴിഞ്ഞം ട്രിവാൻഡ്രം. അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് നമുക്കിത് ട്രിവാൻഡ്രം പോർട്ടെന്ന് പറഞ്ഞുകൂടാ? ട്രിവാൻഡ്രം പോർട്ട് തിരുവനന്തപുരം പോർട്ടെന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്ന് പറയും, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൂടെ? അല്ലെ ടെക്നോ പാർക്ക് കഴക്കൂട്ടം എന്ന് പറയുന്നത് എന്തിനാ? കൊച്ചിയിലെ ഇൻഫോ പാർക്ക് കാക്കനാട് കിടക്കുന്നത്. ആ ഇൻഫോ പാർക്കിൻ്റെ പേര് ഇൻഫോ പാർക്ക് കൊച്ചി, ഇൻഫോ പാർക്ക് കാക്കനാട് അല്ല. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്ത് പറ്റി? ടെക്നോ പാർക്ക് കഴക്കൂട്ടം, ടെക്നോ സിറ്റി പള്ളിപ്പുറം. എന്തിനെ പള്ളിപ്പുറം? തിരുവനന്തപുരം പറഞ്ഞൂടെ? ട്രിവാൻഡ്രം പറഞ്ഞൂടെ? ലൈഫ് സയൻസ് പാർക്ക് തോന്നിക്കൽ, ലൈഫ് സയൻസ് പാർക്ക് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൂടെ?
അപ്പം പേരിടുമ്പം പോലും നമുക്ക് അതിനകത്ത് ഒരു എന്തോ ഒരു അജണ്ട ഉണ്ട്. നമുക്ക് തിരുവനന്തപുരത്തിന് ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല. എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്തിന് ആ പേര് പുറത്ത് വരാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റർ വരുവാണെങ്കിൽ അതിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു. അല്ലെങ്കിൽ അവർ നോക്കുമ്പം പള്ളിപ്പുറത്ത് വേർ ഇസ് പള്ളിപ്പുറം. നമ്മൾ ഈ ഒരു കൺഫ്യൂഷൻ ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ വേളി സ്റ്റേഷൻ നേമം സ്റ്റേഷൻ പറഞ്ഞ ബഹളമുണ്ട് നമ്മളെ ഒരു സമയത്ത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആള് വേളി യു ക്യാൻ ഗെറ്റ് ഡൗൺ ഇൻ വേളി, വേർ ഇസ് വേളി, ഓ യു ക്യാൻ ഗെറ്റ് ഡൗൺ ഇൻ നേമം, ദേ ഡോണ്ട് നോ. നമ്മളത് നോർത്ത് ആൻഡ് സൗത്ത് ആക്കിയപ്പോഴാണ് ആ കൺഫ്യൂഷൻ മാറിയത്. ഈ കൺഫ്യൂഷൻ മാറണം. തിരുവനന്തപുരത്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ തിരുവനന്തപുരം ബ്രാൻഡ് ചെയ്യണം. ഈ ട്രാൻഡ്രം നിങ്ങൾ ട്രാൻഡ്രം എന്ന് വിളിച്ചോ അല്ലെങ്കിൽ തിരുവനന്തപുരം വിളിച്ചോ, പക്ഷേ തിരുവനന്തപുരം ആയാലും ശരി ട്രാൻഡ്രം ആയാലും ഈ പേര് എന്തായാലും മസ്റ്റ് ബി ദ ഫസ്റ്റ് നെയിം. ഇത് വളരെ വളരെ എല്ലാവരും ഇതിന്റെ എന്താ പറയുക, ആരാണോ പേരിടുന്ന ആൾക്കാർ അവർ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കണം, കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല തിരുവനന്തപുരത്ത് ഈ പേരിടുന്ന ആൾക്കാർ ഒന്നിൽ പബ്ലിക്കിൻ്റെ അതിന് ഒപ്പീനിയൻ വാങ്ങിക്കണം, അല്ലാതെ അവിടെ ഇരുന്ന് മേശയിലിരുന്ന് തോന്നിയ പേര് ഇട്ടിട്ട് പോകുന്നതല്ല ജോലി. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും, ട്രാൻഡ്രം ബ്രാൻഡിങ് വേണം. ഈ ബ്രാൻഡിങ് ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയാം. നമ്മൾ പലപ്പോഴും നിങ്ങൾ നോക്കുന്നത് ഈ കൺസൾട്ടൻറ്റ് കമ്പനീസ് ഉണ്ട്, കൺസൾട്ടൻറ്റ് കമ്പനീസ് ലൈക്ക് ഡിലോയിറ്റ്, EY, KPMG, ഇങ്ങനെ വലിയ വലിയ കമ്പനീസ് ഉണ്ട്. അവർ എപ്പോഴും അവരെ ഒരു കേരള ഒരു ഇന്ത്യയിൽ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമ്പം ഇന്ത്യൻ സിനാറിയോ ഇൻഡസ്ട്രി സിനാറിയോ കാണിക്കുമ്പം കൊച്ചി ആയിരിക്കും അവർ കാണിക്കുന്നത്. തിരുവനന്തപുരത്തിന് പേര് കാണത്തേയില്ല. നമ്മളിപ്പോൾ അവരെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ച ശേഷം they have totally started showing Trivandrum. Okay. Because കേരള കാണിക്കുമ്പോൾ കൊച്ചി ട്രാൻഡ്രം കൂടെ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും PR വർക്ക് ചെയ്യണം. PR വർക്ക് ചെയ്താലേ പറ്റും. PR വർക്ക് ചേംബർ ഓഫ് കോമേഴ്സ് മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. തിരുവനന്തപുരത്ത് താമസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് PR വർക്ക് ചെയ്യും. നിങ്ങളുടെ വാട്സാപ്പ് വഴിയും ഒരു ക്യാമ്പയിൻ തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. ഒരു ക്യാമ്പയിൻ വേണം. ആ ക്യാമ്പയിൻ വന്നാൽ മാത്രമേ ഓണർഷിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓണർഷിപ്പ് വരുമ്പം ഓട്ടോമാറ്റിക്കലി ബ്രാൻഡിങ് വരും. ബ്രാൻഡിങ് വരുമ്പം വി വിൽ ബി ബ്രാൻഡഡ് ദ ഹയസ്റ്റ് ഇൻ ദി സ്കെയിൽ ഓഫ് വിസിബിലിറ്റി. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു ഈ പറഞ്ഞ പോലെ നമ്മൾ സമഗ്രം എന്ന് പറഞ്ഞ ഒരു വാക്കിൽ ഒതുക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സാണ് ഇതിലിപ്പോൾ പറഞ്ഞത് വരുന്നത്. കാരണം എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ, എല്ലാ തലത്തിലുമുള്ള ആൾക്കാർക്ക്, ഇവർക്ക് എല്ലാവർക്കും അത് വരണം. അതായത് അതിൻ്റെ കൊണ്ടുള്ള ഉപയോഗം ഉണ്ടാവണം.